ആവേശത്തിലാണെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രം, ആവേശം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനെന്നും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ഏതെന്ന് വെച്ചാൽ ഏത് പറയാൻ പറ്റും? ആവേശം മാറ്റി നിർത്തി പെർഫോമൻസ് വൈസോ അതോ? തീർച്ചയായും. തൊണ്ടി മുതൽ ചെയ്യുമ്പം ഒരു ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം പോലീസുകാർ നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരാണല്ലോ നമ്മൾ അതിനകത്ത് ഹയർ ചെയ്തത്. ഞാനും അലഞ്ചേട്ടനും മാത്രമേ ഉള്ളൂ, സുരാജേട്ടനും ആക്ടേഴ്സായിട്ട്. എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പോത്തും പറഞ്ഞ് ഒരാളെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മുട്ടിച്ച് പിടിച്ചു. അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു. പോലീസ് അവരാണ് അതെല്ലാം ചെയ്തത്. എനിക്കത് ഭയങ്കര ഒരു ഞാൻ അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. മൊത്തത്തിൽ ആ പടം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഷൂട്ട് ഓരോ സിനിമയിലേക്ക് മാറുമ്പോൾ ഓരോ കഥാപാത്രം മാറുന്നത് അതെങ്ങനെയാണ് സ്റ്റഡി ചെയ്തെടുക്കുന്ന? ഒരു ഡയറക്ടറുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഈ കഥാപാത്രത്തിന് ഞാൻ ഈ ഇത്ര മീറ്റർ പിടിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ കുറവ് ഇത്ര മീറ്റർ മതി, അങ്ങനെ എങ്ങനെയാണ് ഒരു ചർച്ച വരിക? ഒരു ഷൂട്ടിന് പോകുന്ന മുമ്പേ ഒരു ധാരണ ഉണ്ടാവും. അത് ഏത് അളവ് എന്നുള്ളത് ഇപ്പം ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട, അത് ഷൂട്ടിന്റെ പ്രോഗ്രസ്സിലായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ധാരണ ഉണ്ടാവും. ഒരു എന്താ പറയുക, ഒരു കാരിക്കേച്ചർ പോലെ നമുക്ക് ഈ കഥാപാത്രത്തിന്റെ എല്ലാ വശങ്ങളും നമുക്കറിയായിരിക്കും. പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ അത് വർക്കാതെ പോലെ തോന്നും, വീണ്ടും റീഷൂട്ട് ചെയ്യും. എനിക്ക് മുമ്പ് അറിയാവുന്നതാണ്. ഞാൻ വേലക്കാരനൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ച് മുമ്പ് അറിയാവുന്നതാണ്. എനിക്ക് അന്നും ഇന്നും ഞാൻ പുള്ളിയോടുള്ളപ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കാറുണ്ട്. എനിക്ക് അറിയാവുന്ന എന്നെ ഒരുപാട് ചിരിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്ത മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി, ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി. അതിനെങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ട്? നല്ല കാര്യം, അല്ലാതെ എനിക്കെന്താ ചെയ്യാൻ പറ്റില്ല. അത് നല്ല കാര്യം. എനിക്ക് എന്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മറ്റന്നാൾ റിലീസ് ആവും. റിലീസായിട്ട് ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ കാണാം. ഇന്റർവ്യൂ കാണാം. നമുക്കൊരു സിനിമയ്ക്ക് ഒരു സിനിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഹൈപ്പ് വരണമെങ്കിൽ അല്ലെങ്കിൽ സിനിമ കാണണമെന്ന് നമ്മൾ ഒരു വിളംബരം പോലെയാണ് ഏത് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇപ്പൊ ഇന്റർവ്യൂ ആണെങ്കിലും വളരെ ഇതിലൊരു ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റുമ്പോൾ അത് വന്നിട്ടില്ല. നമ്മൾ ടീം ആരും വന്നിട്ടില്ല. ആകെ ഒരു ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ, ഷിപ്പിനോട് ഇന്റർവ്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമുക്ക് കണ്ടതുമാണ്. എന്തുകൊണ്ടാണ് അത്തരം ഇന്റർവ്യൂസിലേക്ക് വേണ്ട? അപ്പൊ അതിന് സമയക്കുറവാണ് എന്താണെന്നുള്ള അറിഞ്ഞാൽ. ഞാൻ ഹൈദരാബാദാണ്. ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും. വീണ്ടും റിലീസിൻ്റെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനഞ്ഞാന്നാണ് പടം ലോക്കായത്. ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസി ആയിരുന്നു. പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്. പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ വന്ന് പറയണമെന്നില്ല. അപ്പം സത്യേട്ടൻ്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണെങ്കിൽ ഞാൻ പ്രൊമോഷനൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ സത്യേട്ടനിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേട്ടർ ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു. ഇതില് ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല അതിന് മുമ്പ്. അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജോലി സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ അതിൻ്റെ ജോലി എടുത്തോളൂ, സിനിമ പ്രൂവ് ചെയ്തോളൂ. ഇല്ല. മാമന്നന്റെ ഷൂട്ടില് ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മായി സാറിന്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു പുതിയ പരിപാടിയാണ്. അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഏറ്റവും
ഏറ്റവും കൂടുതൽ സമയം എടുത്ത് റീഷൂട്ട് ചെയ്ത അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? സമയമെടുത്ത് ഫണിയായിട്ട് നടന്ന അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പെട്ടെന്ന് പുറത്ത് പറയാനൊന്നുമില്ല. പക്ഷെ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ ആ സീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച് ഫഹദിക്ക അത് ചെയ്യുന്ന മലയാളത്തിൽ ചെയ്തു വരുന്ന അറിയാൻ വയ്യ. ഫഹദിക്ക മലയാളത്തിൽ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് മലയാളി പ്രേക്ഷകർ ഫഹദിക്ക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ ഓഫ് കഥാപാത്രം വില്ലനായിട്ടാണെങ്കിൽ ശരി, പുഷ്പയിലെ കഥാപാത്രമായാലും ശരി, ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ചു. അപ്പോൾ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അതോ ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്ക് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെ ഒരു സിനിമ വന്നാൽ ചെയ്യും. ചർച്ചകളുണ്ട്. നമ്മൾ മലയാളികൾക്കൊരു സെറ്റപ്പ് മൈൻഡുള്ളൂ. ഒരാളിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ നിയമം അത് സെറ്റ് ആവുമോ, ചേരുന്നുണ്ടോ? പെട്ടെന്നൊരു ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ഒരു അന്യഭാഷയും ചെയ്ത് കാണുമ്പോൾ വാവും എന്ന് തോന്നുന്നു. സ്വന്തം ഭാഷയിൽ ചെയ്യുമ്പോഴേക്കും അത് ചേരുമായിരുന്നോ പുള്ളിക്കാരൻ ഈ സോണല്ലേ സെയിം ആയിട്ടുള്ളത് എന്നൊരിപ്പോഴും നമ്മൾ പറയാറില്ല. അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. കഥകൾ വരുന്നുണ്ടോ? അന്യഭാഷത്തെ വലിയ സിനിമകളുടെ വില്ലൻ വേഷങ്ങൾ ഇല്ല, അത് എക്സൈറ്റ്മെന്റ് ഈ ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം വിക്രത്തില് മാമനില് വടിവേൽ സാറിന്റെ വില്ലനായിട്ട് അഭിനയിക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമാണ്. പുഷ്പയിൽ ബണ്ണിയുടെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് നിൽക്കുന്നത്. ഇതിലൊന്നും ഒരു പ്ലാനൊന്നുമില്ല. ഇപ്പം ഞാൻ തമിഴിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്, രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അങ്ങനെ പ്ലാനൊന്നുമില്ല. എല്ലാം സേഫ്. എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നതല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരെ തരുന്ന എനർജിയും കോൺഫിഡൻസും ആണ്. എനിക്കൊന്നത് ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു തന്നെ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് തന്നെ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്നേക്ക് മാറ്റാനൊന്നും ഉണ്ടല്ലോ. അവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടുണ്ട്. എൻ്റെ പേര് ഫാസിൽ എന്നാണ്. എൻ്റെ ചോദ്യം ടീച്ചറിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ഫാസിൽ നിന്ന് ചോദ്യം ചെയ്യുക. അപ്പൊ അത് ഉമ്മയുടെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകട്ടെ, എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്നിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത്. ടീച്ചറിൻ്റെ ചില കട്ടുകൾ ഈ രാജമണിക്കത്തിന് ചെറിയൊരു റെഫറൻസ് പോലെ കാണിക്കുന്നുണ്ട്, സ്ലാങ്ങിൻ്റെ ചെറിയൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ രംഗനെ ബ്രീഫ് ചെയ്യാൻ നേരത്ത് അൻവർക്കാട് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ കാര്യങ്ങളെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ചിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളയൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇടുന്ന ഒരു ആള് തന്നെയായിരുന്നു. പിന്നെ ഈ മീശയും നേച്ചറലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഇതാക്കിയത്, അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതാണ്.
മമ്മൂക്ക വെച്ച് മഹേഷ് എന്ന പടത്തിൽ ഞാൻ എന്നെ ലീഡാകുന്നത്. ഈ റോളുകളിലൊക്കെ ഇല്ലില്ല, അത് മമ്മൂക്ക മഹേഷ് ചിത്രമാണ്. ജിത്തു ചേട്ടൻ ഇപ്പം രോമാഞ്ചം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പം രോമാഞ്ചം വരുന്നൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആവേശത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈറ്റിൽ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ സിനിമയും ടൈറ്റിലിൽ നിന്നുള്ള കണക്ഷൻ? അല്ല, ആവേശം എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് അത് കാണുമ്പോൾ എപ്പോഴും തോന്നുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ തോന്നുന്നൊരു വികാരമാണ് ഈ ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പടത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള സ്റ്റോറി ഇനിയും ഉണ്ടായിരുന്നു. കുറേ ഉണ്ട് വെച്ചാൽ 12 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, 2 വർഷത്തെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട് കുറേ.